വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയ HR ഏജൻസി ഉടമ ഒളിവിൽ. കോഴിക്കോട് നടക്കാവിൽ പ്രവർത്തിച്ചിരുന്ന അൽഹൻസ HR സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷഹറാണ് പണം തട്ടിയ ശേഷം സ്ഥാപനം പൂട്ടി മുങ്ങിയത്. പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തു. പെട്രോൾ പമ്പ് ജീവനക്കാരൻ പാക്കിംഗ് ജോലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി വ്യത്യസ്ത ജോലി വാഗ്ദാനം ചെയ്താണ് അൽഫാൻസ HR സൊല്യൂഷൻസ് യുവാക്കളെ ആകർഷിച്ചത്. 30,000 മുതൽ 50,000 രൂപ വരെ നൽകിയവരുണ്ട്. എന്നാൽ അടുത്ത കടം എടുക്കാനായി എത്തിയപ്പോഴാണ് സ്ഥാപനം തന്നെ അടച്ചുപോയത് കണ്ടത്. ഇവിടെ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ പരസ്യം കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് അന്വേഷിച്ചാണ്. അവരുടെ സംസാരമൊക്കെ കേട്ടാണ് നമ്മളതിൽ കുടുങ്ങിപ്പോയതാണ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് ആവശ്യം പൂട്ടിക്കണു, ആൾ മുങ്ങിക്കണു. ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ജോബ് ഒരു റിസൈൻ ചെയ്തു. എനിക്ക് ജോബ് ഉണ്ടായിരുന്നു. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞ മാസം ജോബിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് ഞാൻ ജോബിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ആ ജോബും ഇല്ല, ക്യാഷും കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾക്ക് കാശ് കിട്ടിയില്ലെങ്കിലും വേറൊരാൾ ഇതിൽ ചതിക്കപ്പെടരുത് എന്നുള്ളൊരു ഇതുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും ഇയാളിത് തുടർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചതിക്കപ്പെട്ടു പോയേക്കാം. അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പണം നഷ്ടപ്പെട്ട 75 പേരുടെ പരാതി സ്വീകരിച്ച് നടക്കാവ് പോലീസ് വഞ്ചനാകുറ്റം ചുമത്തി മുഹമ്മദ് ഷഹറിനെതിരെ കേസെടുത്തു. പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് നമ്മളിങ്ങനെ കയറിയിട്ട് പോകാന്നല്ലാതെ ഒരു പ്രതികളെ ഇവിടേക്ക് പോലീസുകാർക്ക് verifiക്കാൻ കഴിയില്ല. പോലീസ് നടപടി വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്. കൊച്ചി മെട്രോയുടെ 2 സ്റ്റേഷനുകളുടെ പേരുകൾ വികസിപ്പിച്ചെഴുതണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. MG റോഡ് എന്നത് മഹാത്മാഗാന്ധി റോഡെന്നും JLN സ്റ്റേഡിയം എന്നത് നെഹ്റു സ്റ്റേഡിയം എന്നും മാറ്റണമെന്നാണ് ആവശ്യം. ചുരുക്കപ്പേരുകൾ വികസിപ്പിച്ചെഴുതാതിരുന്നാൽ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും പേരിലുള്ളതാണ് സ്റ്റേഷനെന്ന് തിരിച്ചറിയാതെ പോകുമെന്ന് കാണിച്ച് കോൺഗ്രസ് കൊച്ചി മെട്രോയ്ക്ക് നിവേദനം നൽകി. കേരളത്തിന്റെ സ്വന്തം മെട്രോ നഗരത്തിലൂടെ ഇതിങ്ങനെ തലങ്ങും വിലങ്ങും ഓടുമ്പോഴും സ്റ്റേഷനുകളുടെ പേരിന്റെ പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണെന്നാണ് കോൺഗ്രസ് പക്ഷം. ആഘോഷിച്ചു തുടങ്ങി ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും ചില സ്റ്റേഷന്റെ പേര് വികസിപ്പിച്ച് പറയണം എന്നാണ് ആവശ്യം. JLN സ്റ്റേഡിയം എന്ന സ്റ്റേഷൻ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിലായിട്ടും ചുരുക്കപ്പേരിൽ പറയുമ്പോൾ ആർക്ക് വേഗത്തിലറിയാൻ സാധിക്കുമെന്നതാണ് ഒരു പ്രശ്നം. മറ്റൊരു സ്റ്റേഷൻ MG റോഡ് സ്റ്റേഷനാണ്. ഇതും വികസിപ്പിച്ചെഴുതാതെ എങ്ങനെ മനസ്സിലാകുമെന്ന ചോദ്യമായാണ് DCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കൊച്ചി മെട്രോയ്ക്ക് മുന്നിലെത്തിയത്. ഷോർട്ട് ഫോമിൽ ഉപയോഗിക്കുന്ന ഈ പേരുകൾ നെഹ്റുവിനെ വിസ്മൃതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, മഹാത്മാഗാന്ധിയെ വിസ്മൃതിയിലാക്കാൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പേരുകൾ മുഴുവനായി പറയുന്നതാണ് ഉചിതമെന്നുള്ളത് കൊണ്ട് ആ ഔചിത്യം KMRL നടപ്പിലാക്കണം എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു നിവേദനത്തിലൂടെ KMRLനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പ്രശ്നം കൊച്ചി മെട്രോ ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്നും പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിന് മറ്റ് ആഘോഷ പരിപാടികൾക്കൊപ്പം ഇങ്ങനെ ഒരു ഉദ്യമത്തിനു കൂടിയാണ് എറണാകുളത്തെ കോൺഗ്രസ് നേതൃത്വം മുൻകൈയെടുത്തത്. യു ഷൈജു, മീഡിയ 1 കൊച്ചി.